പ്രൈസ് ലോർഡ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആരാണ് എന്നുള്ള തിരുവചനത്തെ നമുക്ക് ഇപ്പോൾ ശ്രമിക്കാം. 1 തിമോഥെയോസ് 2:5 പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവനേ ഉള്ളൂ, അത് നമുക്കായി മറുവിലയായി തന്ന മനുഷ്യനായി തീർന്ന യേശുക്രിസ്തു തന്നെയാണ്. അപ്പോൾ യേശുക്രിസ്തു സർവശക്തനായിരിക്കുന്ന ദൈവമാണെന്ന് 1 തിമോഥെയോസ് 6:15 പറയുന്നു. അവൻ ധന്യനായ ഏകാധിപതിയും അവൻ രാജാതി രാജാവും അവൻ കർത്താതി കർത്താവും താൻ മാത്രം അമർത്യത്തിലുള്ളവനും അടുത്തുകൂടാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായ ദൈവമാണ് പ്രത്യക്ഷത വരുത്തുന്നത്. ഈ സർവശക്തനായിരിക്കും ദൈവം ഫിലിപ്പിയർ 2:6 പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സദൃശ്യത്തിലായി വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. യേശുക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ തന്നെയാണ് ദാസരൂപമെടുത്തത്. അതായത് യഹോവയായ ദൈവമായിരിക്കുമ്പോൾ തന്നെയാണ് പുത്രനായിട്ട് വെളിപ്പെട്ടത്. 1 തിമോഥെയോസ് 3:16 പറഞ്ഞു, യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു. യഹോവയായ ദൈവം ജഡത്തിലാണ് വെളിപ്പെട്ടത്. നമ്മൾ പൂർണ്ണമായി തിരിച്ചറിയണം. അതുകൊണ്ട് ഈ സർവശക്തനായിരിക്കും ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഈ ലോകത്തിൽ നമുക്കറിയാം, മറിയത്തിൻ്റെ ഉദരത്തിലാണ് യേശുക്രിസ്തു ജഡ അവതാരമായിട്ട് വരുന്നത്. എന്നാൽ അതിൻ്റെ മുമ്പേ കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് 90 സങ്കീർത്തനം 1 പറഞ്ഞു, കർത്താവേ, നീ തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. നീ ഭൂമിയും ഭൂമണ്ഡലങ്ങളെ നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ നീ അനാദിയായും ശാശ്വതമായും നീ ദൈവമാകുന്നു. അനാദിയായിരിക്കുന്നൊരു ദൈവം, സകലത്തെയും സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള സർവശക്തനായിരിക്കുന്ന ദൈവം, ആദ്യനും അന്ത്യനുമായവൻ. ആ ദൈവത്തിൻ്റെ ജനനമോ ആ ദൈവം എപ്പോഴാണ് ഈ ലോകത്തിൽ വന്നതെന്നൊന്നും മനുഷ്യന് ഒരിക്കലും ഒരു കണക്കുകൂട്ടലിലും തിരിച്ചറിയാൻ കഴിയത്തില്ല. കാരണം ദൈവം ആദ്യനും അന്ത്യനുമായ ദൈവമാണ്. ഈ സർവശക്തനായിരിക്കുന്ന ദൈവം ഏകനാണെന്ന് യാക്കോബ് 2:19 പറഞ്ഞു, ദൈവ ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. സ്തോത്രം. അതുകൊണ്ട് ദൈവജനം പറയുന്നു, യെശയ്യാവ് 42:8 പറയുന്നു, ദൈവം പറഞ്ഞു, എൻ്റെ മഹത്വം ഞാൻ വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കത്തില്ല. അതുകൊണ്ട് യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ ഒരുത്തനേ ഉള്ളൂ. അപ്പോൾ ആ ദൈവം, സർവശക്തനായ ദൈവം ഒരാളേ ഉള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാൻ 14:9 യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യോഹന്നാൻ 10:30 യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് വ്യക്തമായി അവിടെ പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:1 പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ആ വചനം തന്നെയാണ് യോഹന്നാൻ 1:14 വചനം ജഡമായി തീർന്നു കൃപയും ശക്തിയും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തത്. അതുകൊണ്ട് ഈ സർവശക്തനായിരിക്കുന്ന ദൈവം, ആവർത്തനം 6:4 പറഞ്ഞു, ദൈവ ഏകനാണ് എന്ന് അവിടെ വ്യക്തമായി പറയുന്നു. റോമർക്കെഴുതിയ ലേഖനം 9:5 പറയുന്നു, ദൈവ ഏകനാണെന്ന് അവിടെ പറയുന്നു. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ ഏകനാണെന്നുള്ളത് ദൈവം വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നമ്മൾ പൂർണ്ണമായി തിരിച്ചറിയുക, യേശുക്രിസ്തു സർവശക്തനായ ദൈവം, സർവജ്ഞാനി, സർവശക്തനായിരിക്കുന്ന ദൈവമാണ് ഈ ലോകത്തിലേക്ക് ജഡാവതാരമായിട്ട് വന്നത്. ആ ദൈവത്തെ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലും കർത്താവ് നമ്മുടെ മേൽ പകരുവാനിടയായിത്തീരും. അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 2 തിമോഥെയോസ് 2:8 പറയുന്നു, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ഇതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, വചനത്തിലൂടെ അനേകർ മാനസാന്തരപ്പെടുവാൻ, വിടുവിക്കപ്പെടുവാൻ, സത്യസുവിശേഷം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ദൈവവചനം പറയുന്നത്, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഓർത്തുകൊള്ളുക. ഇതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. അപ്പോൾ ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത ലൂക്കോസ് 2:10 പറയുന്നു, സർവ്വജനത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു ശിശു ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടി കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുവാനിടയായിത്തീരും. അപ്പോൾ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് മാനവരക്ഷയ്ക്കായിട്ടാണ്. സകല മനുഷ്യരുടെയും സകല മാനവകുലത്തിൻ്റെയും സന്തോഷത്തിനും സമാധാനത്തിനും അവരുടെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അവരെ ദൈവം പുറത്തു കൊണ്ടുവരുവാനാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത്. 2 കൊരിന്ത്യർ 5:21 പറയുന്നു, പാപം ചെയ്യാത്തവൻ ദൈവത്തിൽ നമ്മളെല്ലാവരും നീതിയാകേണ്ടതിന് അവൻ പാപത്തെ ഏറ്റെടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് യെശയ്യാവ് 52:7 പറഞ്ഞു, സുവാർത്ത ദൂതൻ്റെ കാല് പർവ്വതത്തിൽ എത്രയോ മനോഹരമായിരിക്കുന്നു. ഈ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. നമ്മളെ ഈ ലോകത്തിൻ്റെ ചിന്തകളും ലോകത്തിൻ്റെ ഇഷ്ടത്തെയൊക്കെ വിടുവിച്ച് നമ്മളെ പൂർണ്ണമായി വിടുവിക്കുന്നത്. 1 കൊരിന്ത്യർ 1:23 പറഞ്ഞു, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇത് ഈ ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. കാരണം യേശുക്രിസ്തുവാണ് ഈ ലോകത്തിലെ സകല മാനവരക്ഷയ്ക്കായിട്ട് താൻ പൂർണ്ണമായി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് യാഗമായി തീർന്നത്. മർക്കോസ് 10:45 പറഞ്ഞു, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനുമല്ലോ യേശുക്രിസ്തു വന്നിരിക്കുന്നത്. ഈ വചനത്താലൂടെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.